അങ്ങനെ അതും തേഞ്ഞു കേട്ടോ. ശവത്തെ കുത്തരുത്. മെസ്സി കേരളത്തിലേക്കില്ല, ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നു. കാരണം ഒക്ടോബറിലാണ് കേരളത്തിലെ ഫുട്ബോൾ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചത്. പക്ഷേ ആ സമയത്ത് അവർ വേറെ പരിപാടി ഏറ്റു. ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെയുള്ള കാലയളവിൽ ലോകത്തെ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഇന്ത്യയിലേക്ക് വരുന്നു, കേരളത്തിലേക്ക് വരുന്നു. സൗഹൃദ മത്സരത്തിന് എന്റെ സംശയം അതിനു വേണ്ടി അടിച്ചു വെച്ച ഫ്ലക്സ് ഒക്കെ എന്ത് ചെയ്യും? അത് ഇപ്പോൾ വി അബ്ദുറഹ്മാൻ മറുപടി പറയണം. കാരണം അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മന്ത്രി കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ഈ ബോംബ് പൊട്ടിക്കുന്നത്. അതായത് മെസ്സി കേരളത്തിലേക്ക് വരുന്നു, ഇവിടെ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്നു, അർജന്റീനിയൻ ടീം മൊത്തമായിട്ട് വരുന്നു. എന്നിട്ട് ഒരു സ്കൂളിൽ പോയി സംസാരിച്ചപ്പം ഈ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മന്ത്രി പറയുന്നത് മെസ്സി ഇവിടെ വരുമെന്ന് മാത്രമല്ല വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കും 20 മിനിറ്റ്. ഒന്ന് അങ്ങനെ ചോദിക്കേ, മെസ്സി ഏത് ഭാഗമാണ് സംസാരിക്കുന്ന പോലും അറിയില്ല. അപ്പൊ ഈ മെസ്സിയുടെ ഒരു വില എന്താണെന്നും അറിയാതെ ഇങ്ങനെ ചെയ്തതാണോ? ഇനി അതല്ല, ഏതെങ്കിലും ഒരു സ്വകാര്യ ചാനലിന്റെ ഉടമയായ വ്യക്തി ചില വാഗ്ദാനങ്ങളൊക്കെ മന്ത്രിക്ക് മുമ്പിൽ വെച്ചപ്പോൾ മന്ത്രി അതിൽ തലയും കുത്തി വീണാണോ എന്ന് അറിയത്തില്ല. എന്തായാലും മെസ്സി വരുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് കണ്ട ഗതികേടുണ്ടായി. കാരണം അപ്പോൾ ഇത്രയും നാള് നമ്മുടെ ഫുട്ബോൾ ആരാധകരെ അല്ലെങ്കിൽ നമ്മുടെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകളെ, വിദ്യാർത്ഥികളെയൊക്കെ പറഞ്ഞു പറ്റിക്കുക. ഒരു കരിയിലക്കിക്ക് വന്ന് ഗോൾ പോസ്റ്റിൽ വീണാൻ എങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുമോ എന്ന് പറയുന്ന പോലെയായിരുന്നു അബ്ദുറഹ്മാൻ ഫുട്ബോളിന്റെ ഇതിഹാസം ഇവിടെ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്നത്. അവസാനം അത് നമ്മുടെ നാട്ടിലെ വെറും കരിയിലായി പോയി അല്ലേ? അല്ല, ഈ മന്ത്രിയുടെ പറച്ചിൽ കേട്ടാ തോന്നുന്നു മറ്റേ കോട്ടയം കുഞ്ഞച്ചന്റെ ഡയലോഗ് ഓർമ്മ വരുന്നത്. മോഹൻലാൽ വരിക മാത്രമല്ല ചില സിനിമയിലെ ഡയലോഗുകൾ നിങ്ങളോട് പറയും എന്ന് പറയുന്ന പോലെ അവസാനം കുറഞ്ഞ വർഷം മറ്റേ എന്നാണ് പച്ചക്കുളം വാസുവെങ്കിലും വന്നാൽ മതിയായിരുന്നു. അല്ല, പച്ചക്കുളം വാസുവല്ല, മെസ്സി വരും. അതാണ് എന്റെ പ്രത്യേകത. സ്പോൺസർ വിചാരിച്ചാൽ ഇവിടെ വരുന്നു, ക്രിക്കറ്റ് താരങ്ങളോടൊപ്പം ഉള്ള ഒരു മത്സരത്തിൽ വരെ പങ്കെടുക്കുന്ന പറയും. അപ്പോൾ നമ്മുടെ ഫുട്ബോൾ അസോസിയേഷനൊക്കെ വിചാരിച്ചാൽ നടക്കുന്നതിന് അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ഇവിടെയുണ്ട്. പക്ഷെ എന്തിനാണ് മലയാളികളെ, കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെയൊക്കെ ഇങ്ങനെ ഒരു മന്ത്രി തന്നെ പറഞ്ഞു പറ്റിക്കുന്നത്? കുറച്ച് ലജ്ജ തോന്നുന്ന കാര്യം. അല്ല, അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. മന്ത്രി പറഞ്ഞു പറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിയെ പറ്റിച്ച വേറൊരാളുണ്ടായിരുന്നു വിദഗ്ധമായിട്ട്. അല്ല, രസകരമായ സംഗതി എന്തെന്നാൽ ഈ എല്ലാവരുടെയും വിചാരം നമ്മൾ ഈ ഉത്സവപ്പറമ്പിൽ ഗാനമേള നടത്താനും നാടകം നടത്താനായിട്ട് ആളുകളെ ബുക്ക് ചെയ്യുന്നവരെ അത്ര ലളിതമായൊരു ഏർപ്പാടാണ് ഈ അർജന്റീൻ ഫുട്ബോൾ ടീമിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ചിലർ ധരിച്ചു വെച്ചിരുന്നത്. അപ്പോൾ ഇവർ ഇത്തരത്തിൽ സംഭവം ഔദ്യോഗികമായി നീങ്ങി എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇങ്ങനെയുള്ള പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആശയവിനിമയങ്ങൾക്കിടയിൽ അർജന്റീനിയൻ ടീം ഒരു ആവശ്യം വെച്ചിരുന്നു. ഏറ്റവും കുറഞ്ഞൊരു 100 കോടി രൂപയുടെ ചെലവാണ് ഇവർ കണക്കാക്കിയിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോക്കൺ അഡ്വാൻസ് എന്ന നിലയിൽ ഇതിൻ്റെ സ്പോൺസർമാർ ഏറ്റെടുത്തേക്കുന്നത് നമ്മുടെ റിപ്പോർട്ടർ TV ആണ്. ഈ സ്പോൺസർമാർ ഈ പൈസ അടയ്ക്കണം. അവരടയ്ക്കേണ്ടതിന് അവർ ഇങ്ങോട്ട് നോട്ടീസ് അയക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നിങ്ങൾ പറഞ്ഞ പൈസ ഇതുവരെ കിട്ടിയില്ല, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, ഇവിടെ ആരും തന്നില്ല എന്നവർ പറയേണ്ടി വന്നു. അവസാനം 3 മാസം കഴിഞ്ഞിട്ടാണ് ഇവർ ഈ പൈസ കൊണ്ട് അടയ്ക്കുന്നത്. അപ്പോഴത്തേക്ക് അർജന്റീനൻ ടീം അവര് വേറെ ചാർട്ട് ചെയ്തു. അതായത് അവരുടെ ചാർട്ട് പ്രകാരം ഇന്ത്യയിൽ വരേണ്ട ആ സമയത്ത് കളി നടക്കുന്ന ചൈനയിലാണ്. അത് കഴിഞ്ഞ് അവർ ഖത്തറിലോട്ടും അങ്കോളയിലേക്കൊക്കെ പോവുക. അപ്പോൾ അവർ ഓൾറെഡി ചാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഏതായാലും ഈ ഒക്ടോബറിലാണ് നമ്മുടെ കായിക മന്ത്രി ഇവരെ ഇങ്ങോട്ട് ക്ഷണിച്ച്, അവർ ഏകദേശം ധാരണയായിരുന്നാണ് ഈ ഒക്ടോബറിൽ ഇത് വലിയൊരു TV ഇവൻ്റ് ആക്കാൻ റിപ്പോർട്ടർ TV അതിന് വേണ്ടിയിട്ടുള്ള അണിയറ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ഏതായാലും ഒക്ടോബറിൽ ഏതായാലും വരില്ല എന്നുള്ളത് അർജന്റീൻ ടീം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഒക്ടോബറിൽ വന്നാലേ ഈ റിപ്പോർട്ടർ TVക്ക് അത് വിറ്റ് കാശാക്കാൻ പറ്റുള്ളൂ. അല്ല, വെറുതെ ആയി. അപ്പൊ ഇനിയിപ്പോ വേറൊരു ടൈം ഷെഡ്യൂൾ തന്നാൽ അത് സ്പോൺസർമാർക്ക് താല്പര്യമില്ല. അർജന്റീൻ ടീം വേണമെങ്കിൽ അടുത്ത വർഷത്തേക്ക് നോക്കാമെന്ന് പറയുന്നു. അതും നടപടിയുള്ള കാര്യമല്ല. അപ്പൊ ഇപ്പൊ ആദ്യം കൊടുത്ത അഡ്വാൻസ് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തർക്കമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ലയണൽ മെസ്സിയെ പോലെയുള്ള ഒരു ഫുട്ബോൾ താരം എന്ന് ഇപ്പം ശരിക്കും പറഞ്ഞാൽ അർജന്റീന എന്ന് പറയുന്ന രാജ്യത്തെ നമ്മൾ ചെറുതായി കാണുന്നത്. കാരണം ലോക ഫുട്ബോൾ കിരീടം നേടിയ ഒരു രാജ്യം. ഈ രാജ്യം എവിടെയെങ്കിലും സൗഹൃദ മത്സരത്തിലോ അല്ലാത്ത മത്സരത്തിലോ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന പൈസ അവർക്ക് കൊടുത്താൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ലയണൽ മെസ്സി എന്നൊക്കെ പറഞ്ഞ ക്ലബ് ഫുട്ബോളിൽ തന്നെ എത്ര കോടി വിലയുള്ള താരമാണ്. അയാളെ കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കാലത്ത് ബോബി ചെമ്മണ്ണൂർ വിചാരിച്ചപ്പോൾ മറഡോണയെ കൊണ്ടുവന്നു. പക്ഷേ മറഡോണ തൻ്റെ കളിക്കളമെല്ലാം ഉപേക്ഷിച്ച് കോച്ചായിട്ടുള്ള സേവനം ഉപേക്ഷിച്ച് എല്ലാം കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയത്ത് ാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അയാൾ ഇതിഹാസം തന്നെയായിരുന്നു. പക്ഷെ ലയണൽ മെസ്സി കേരളത്തിൽ. പക്ഷേ ഈ പറയുന്ന ഫുട്ബോൾ അസോസിയേഷനും അല്ലെ സംസ്ഥാന സർക്കാരിനും ഇതിനകത്തൊക്കെ ഒരു റോള് വഹിക്കാൻ കഴിയുമെങ്കിൽ ലയണൽ മെസ്സിയെ പോലെയുള്ള ഒരാളെ വരും ഞങ്ങളല്ലേ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പറ്റിക്കാൻ പാടില്ല. വിദ്യാർത്ഥികളുടെ മുമ്പിൽ അല്ലെ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ഇങ്ങനെ ഗീർവാണം അടിക്കാൻ പറ്റുന്ന ഒരാളാണോ? അല്ല, രസം അതിൻ്റെ ഒരു ഘടകമുണ്ട്. അതായത് കേരളം പോലൊരു സ്ഥലത്ത് മര്യാദക്ക് ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഇല്ല. അവിടെയൊക്കെ പശു മേയുന്ന സ്റ്റേഡിയങ്ങൾ മാത്രമുള്ള കേരളത്തിൽ മെസ്സിയെ പോലൊരു അന്താരാഷ്ട്ര താരത്തെ കൊണ്ട് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ വെല്ലുവിളിയാണ്. പക്ഷെ വലിയ രീതിയിലുള്ള മുടക്കുമുതൽ ആവശ്യമുള്ള സംഗതി.
പല ആക്ഷേപം ഉയർന്നു വന്നിരുന്നു. അല്ല, വേറൊരു കാര്യമുണ്ട്. ഈ നമ്മുടെ GCDയുടെ നിയന്ത്രണത്തിലുള്ള കലൂർ സ്റ്റേഡിയം ഉണ്ടല്ലോ, കലൂർ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന് കൊട്ടേഷൻ വരെ ഇട്ടിരുന്നു. അതെ, കാരണം അവിടെ കളിക്കാൻ പറ്റുള്ളൂ, വേറെ സ്ഥലമില്ല കളിക്കാൻ. പിന്നെ നമ്മുടെ കാര്യവട്ടം സ്റ്റേഡിയം പരിഗണിച്ചു. അപ്പൊ ഇവിടെ ആണെങ്കിൽ വലിയ തുക വേണം, മേളിലത്തെ റൂഫ് എല്ലാം മാറ്റണം, സീറ്റിംഗ് കപ്പാസിറ്റി എല്ലാം ചേഞ്ച് ചെയ്യണം, സീറ്റ് കംപ്ലീറ്റ് മാറ്റണം. അപ്പൊ വലിയ കോടിക്കണക്കിന് രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണമായിരുന്നു. പക്ഷേ ഈ മുഖ്യ സ്പോൺസർ വേറൊരു ഓഫർ വെച്ചു. കാരണം വേണമെങ്കിൽ ഈ അർജന്റീനൻ ടീം പറയുന്ന രീതിയിൽ ഈ കലൂരിനേക്കാൾ മികച്ച ഒരു സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള മുഴുവൻ പണവും ഞങ്ങൾ മുടക്കാവുന്നത്. എന്നിട്ടാണ് ഈ പറഞ്ഞ 100 കോടി അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ കേട്ട് ഉടനെ അന്ധമായിട്ട് വിശ്വസിക്കാൻ ഒരു മന്ത്രി തയ്യാറായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന കായിക വകുപ്പ് തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് ശരിക്കും ഇവർ ചെയ്യേണ്ടിയിരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ 100 കോടി രൂപയാണ് അവർക്ക് കൊടുക്കേണ്ടിയിരുന്നെങ്കിൽ കായിക മന്ത്രി 75 കോടി രൂപ ആദ്യം ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയക്കുക. എന്നിട്ട് അപ്പോൾ ഇവർക്ക് ഉറപ്പായി അതിനുശേഷം മാത്രം പ്രഖ്യാപനം നടത്തുക. അല്ലാതെ ഇപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ മെസ്സിനെ കൊണ്ടുവരുന്നു പറഞ്ഞിട്ട് നിങ്ങളൊരു മന്ത്രി ആയിരിക്കും, നിങ്ങൾ നാളെ പത്രസമ്മേളനം, അതാണ് സംഭവിച്ചത്. നാളെ പത്രസമ്മേളനം നടത്തി പറയണം, ആ പിള്ളേരോടും കൂടെ പറയണം, നിങ്ങളടുത്ത് വരും, മെസ്സി ഒരു 20 മിനിറ്റ് സംസാരിക്കും, എന്നിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ. ഇപ്പം മന്ത്രി കോപിക്കുക, മെസ്സി വരുവോ ഇല്ല എന്നൊക്കെ പറയാൻ ഞാനല്ല പറയേണ്ടത് എന്നൊക്കെയാ പറയുന്നത്. ഇതുവരെയുള്ള എവിടെ വെച്ച് മീഡിയ പേഴ്സൺസ് എന്ന് ചോദിച്ചാലും മെസ്സി വരും, എന്താ സംശയം? മെസ്സി ഉറപ്പായിട്ട് വരും, ഒക്ടോബർ വരും, ഒക്ടോബർ അവസാനം പറഞ്ഞിട്ട് വാർത്ത വന്നിരുന്നല്ലോ. കഴിഞ്ഞ 6-ാം തീയതി, ജൂൺ 6-ാം തീയതിയാണ് മന്ത്രി വീണ്ടും പറഞ്ഞത് മെസ്സി വരും. തീർത്തു പറഞ്ഞു. അല്ല, അതിന് കാരണമുണ്ട്. അപ്പോഴത്തേക്ക് ഈ റിപ്പോർട്ടർ ടിവിയുടെ പ്രശ്നങ്ങളൊക്കെ പൊതുമധ്യത്തിൽ വരികയും അവർ ഈ പൈസ അടക്കുകയൊക്കെ ചെയ്തു. സംഭവം സെറ്റായി എന്നാണ് വിചാരം. പക്ഷേ അതിന് മുമ്പ് തന്നെ അർജന്റീനൻ ടീം അവരുടെ ടൂർ പ്ലാൻ ചാർട്ട് ചെയ്തു പോയി. അതാണ് കാര്യം. അർജന്റീന ടീമിന് ഒരു ടൂർ പ്ലാൻ ഉണ്ടാവില്ല. അവർ ഏത് രാജ്യം, ഇപ്പൊ ഏഷ്യയിൽ തന്നെ അവർ വരുന്നത് ചൈനയിൽ മാത്രം കണ്ടാണ്. അപ്പൊ ഏതൊക്കെ രാജ്യത്തേക്ക് പോകുന്നു അവർ എപ്പോഴോ ഒരു പ്ലാൻ ചെയ്തപ്പോൾ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമല്ല ഔദ്യോഗികമായിട്ട് വിളിക്കുന്നത്, കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തേക്ക് വരണമെങ്കിൽ എത്ര പ്ലാനിങ് ആണ്. അല്ല, അതിലൊരു കാര്യമുണ്ട് കേട്ടോ. കേരളം നിസ്സാരമായി തള്ളണ്ട. കഴിഞ്ഞ ലോകകപ്പിൽ അർജന്റീന ചാമ്പ്യന്മാരായപ്പോൾ കേരളത്തിന് പ്രത്യേകം നന്ദി പറഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ട് കാണുന്നില്ല. ആ കേരളത്തിലെ സ്പോൺസർ ഇങ്ങനെ പറയുമ്പോൾ ഒരു മന്ത്രി, അതുകൊണ്ടാണ് ഇപ്പൊ സ്പോൺസർക്ക് എന്തും പറയാം, കാരണം അയാൾ വിളിച്ചിട്ട് വന്നില്ല ഇങ്ങനെയാണ്. പക്ഷെ ഒരു മന്ത്രി എന്ന് പറയുന്നത് ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ്, ജനപ്രതിനിധിയാണ്. അദ്ദേഹം ഒരു സ്പോൺസർ പറയുന്നത് കേട്ടോ അന്ധമായിട്ട് ഉറപ്പായിട്ടും മെസ്സി വരും, ഞാനല്ലേ കൊണ്ടുവരുന്നത്, ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞല്ലേ സ്കൂളിൽ കൊണ്ടുവരും, കോളേജിൽ കൊണ്ടുവരും, ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ല. മാത്രമല്ല, നമുക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്റ്റേഡിയം ഇല്ല കേരളത്തിൽ നിന്ന് മനസ്സിലാവുകയാണെങ്കിൽ. ഇത് എനിക്ക് ഓർമ്മ വരുന്ന മറ്റേ ബാർബറാം ബാലന്റെ അവസ്ഥയാണ്. മന്ത്രിയുടെ അവസ്ഥ ഇപ്പൊ അതാണ്. സ്കൂളിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. ഇവര് പറയുന്നത് കേട്ടിട്ട് എങ്ങനെ ബാലൻ അവിടെ പോയിട്ട് മമ്മൂട്ടിയോട് പറയാൻ പറ്റും? ആ അവസ്ഥയിലാണ്. മെസ്സിയോട് ഞാനിത് എന്ത് പറയും, എങ്ങനെ കൊണ്ടുവരും, ഇവർക്ക് ഞാൻ വാക്കും കൊടുത്തു എന്നുള്ള അവസ്ഥയിൽ ഈ മന്ത്രി ആരോടാ ചൂടാകുന്നത്? ഇപ്പൊ മെസ്സിയോട് പോയി ചൂടാകാൻ പറ്റുമോ? എന്തിനാണെന്നറിയില്ല. ഇപ്പം അല്ല, ഇതിപ്പോ നിരാശരാകുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് മെസ്സി വരുന്നുണ്ട് ഡിസംബറിൽ 12-ാം തീയതി രാത്രി 10 മണിക്ക് പുള്ളി കൊൽക്കത്തയിൽ ലാൻഡ് ചെയ്യും. അതിനുശേഷം 13-ാം തീയതി മുതൽ ഒരു ടൂർ പ്ലാനാണ്. കൊൽക്കത്തയിൽ അദ്ദേഹത്തിന് ഒരു 70 അടി ഉയരമുള്ള ഒരു പ്രതിമ, സ്വന്തം പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന പരിപാടിയുണ്ട്. അവിടെ ലിയാൻഡർ പേസ്, സൗരവ് ഗാംഗുലി അടക്കമുള്ളവരുമായിട്ടൊരു മത്സരം, അതിപ്പോൾ ഫുട്ബോളാണോ ക്രിക്കറ്റ് ആണോ എന്ന് അറിയില്ല, ഒരു മത്സരം ഉണ്ടാവും. 14-ാം തീയതി മുംബൈയിൽ പ്രത്യക്ഷപ്പെടും. അവിടെ ക്രിക്കറ്റ് മത്സരം ആയിരിക്കണം. കാര്യം വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഈ ക്രിക്കറ്റ് താരങ്ങളുമായിട്ടാണ് അദ്ദേഹം സംവദിക്കുന്നത്. 15-ാം തീയതി നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ച, ആരാധകരുമായിട്ട് സംവാദം അഹമ്മദാബാദ് ഗ്രൗണ്ടിൽ. ഇതൊക്കെയാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഏതായാലും കേരളത്തിൽ വരില്ല എന്നോർത്ത് നിരാശപ്പെടുന്നവർക്ക് കുറച്ച് കാശ് മുടക്കി അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മെസ്സിയെ നേരിട്ട് കണ്ട് മെസ്സി ദർശന സൗഭാഗ്യം സാധിക്കും. പക്ഷെ കളി സൗഭാഗ്യ യോജന, അതെ, മെസ്സി സൗഭാഗ്യ യോജന, മെസ്സി ദർശന സൗഭാഗ്യം വേണമെങ്കിൽ റിപ്പോർട്ടർ TV അത് ലൈവും കാണിച്ചേക്കും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. കേരളത്തിലില്ല, ആ ഭയം അത് ഇല്ല, പറഞ്ഞു നിർത്തുന്നു. പക്ഷെ എന്തായാലും ഇന്ത്യയിൽ വരും, അതാണ് ഞങ്ങളുടെ ഇന്ത്യയിൽ വരും മെസ്സി എന്ന് പറഞ്ഞിട്ട് തൽക്കാലം ഈ മന്ത്രി പിടിച്ചേക്കല്ലേ, അത് നടക്കും.